ദേശീയപാത നിർമ്മാണം നടക്കുന്ന വടകര മുക്കാലിയിൽ മണ്ണിടിച്ചിൽ രാവിലെ 7 മണിയോടെയാണ് മണ്ണിടിഞ്ഞത് അറിയിച്ചിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ലെന്ന് കെ രമ MLA ആരോപിച്ചു. ദൃശ്യ പുതിയടത്ത് വിവരങ്ങളുമായി ചേർന്നു. ദൃശ്യ, ഇതെന്താണ് സംഭവം? അജിംസ്, ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു ഈ ദേശീയപാത പണി നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞത്. അതായത് ആ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണത്തിനായി ഈ പ്രദേശത്ത് നിന്നൊക്കെ മണ്ണെടുക്കുന്നുണ്ടായിരുന്നു, ഈ ഭാഗത്തു നിന്നൊക്കെ മണ്ണെടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ മണ്ണിടിഞ്ഞതിന്റെ തൊട്ട് പുറകിൽ തന്നെ ഒരു വീടുണ്ട്. വളരെയധികം ആളുകൾ താമസിക്കുന്ന ഒരുപാട് വീടുകളുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് ഇതിന്റെ നേരെ എതിർവശത്തായി മുക്കാലിയിൽ തന്നെ മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ തന്നെ അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നതായാണ് കെ രമ പറയുന്നത്. എന്നിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല. രാവിലെ 7 മണിയോടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. അതിനുശേഷവും ഈ അധികാരികളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇതുവരെ അവിടെ ആരും എത്തിയില്ല എന്നുള്ളതാണ് ഈ MLAയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന സമയത്ത് തന്നെ ഈ ആഴത്തിൽ നിരന്തരം മണ്ണെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരന്തരം ഇവിടെയുള്ള പ്രദേശവാസികളും മറ്റ് അവിടെയുള്ള ജനപ്രതിനിധികളും ഒക്കെ തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽ മണ്ണിടിയുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കാരണം കഴിഞ്ഞ 1 മാസം മുൻപ് ഇവിടെ ഇത്തരത്തിൽ തന്നെ മണ്ണിടിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ പറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് മുക്കാളിയിൽ. ഇതിനിടെയാണ് ഇപ്പോൾ ഈ ആളുകൾ രാത്രിയിലാണ് ഈ ഭാഗത്ത് പണി നടക്കുന്നത്. ഈ പണി എടുക്കുന്നവർക്ക് പോലും ഒരു സുരക്ഷിതത്വം ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഇവിടെ പണി നടക്കുന്നത്, മണ്ണിടിയുന്ന ഭാഗത്ത് ഇത്തരത്തിൽ പണി നടക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കെ രമ MLA ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ആളുകൾ താമസിക്കുന്ന ഒരുപാട് വീടുകൾ ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഇന്ന് രാവിലെ മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് വീണത്.